ഡിജിറ്റൽ സർവേ ജീവനക്കാരെ ശമ്പള കുടിശ്ശിക പോലും നൽകാതെ പിരിച്ചുവിട്ട സർവേ ഭൂരേഖ വകുപ്പ്. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ജോലികൾ പൂർത്തിയാക്കുന്നതിനിടെയാണ് മുന്നറിയിപ്പില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. സംസ്ഥാനത്ത് ഭൂമി സർവേ നടത്തി ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി 2023 ജനുവരി 1 മുതലാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചത്. കോൺട്രാക്ട് സർവേയർ, കോൺട്രാക്ട് ഹെൽപ്പർ തസ്തികയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരുന്നു നിയമനം. എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തി നിയമിച്ച ജീവനക്കാർ 3.5 വർഷക്കാലമായി ഡിജിറ്റൽ സർവേ ജോലികൾ പൂർത്തിയാക്കി വരികയാണ്. 179 ദിവസം കഴിയുമ്പോൾ കരാർ പുതുക്കി നൽകുന്നതായിരുന്നു രീതി. 4 വർഷം നീണ്ടു നിൽക്കുന്ന പ്രൊജക്ട് കാലാവധി പൂർത്തിയാവാൻ ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഭരണമാറ്റത്തിന്റെ പേരിൽ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ജൂലൈ 31 രാത്രിയാണ് പിരിച്ചുവിട്ടുകൊണ്ട് സർവേ ഭൂരേഖ വകുപ്പിന്റെ ഉത്തരവിറങ്ങിയത്. 4.5 മാസത്തെ ശമ്പള കുടിശ്ശിക ജീവനക്കാർക്ക് ഇനിയും നൽകാനുണ്ട്. രാത്രിയിലാണ് മെസ്സേജ് വന്നത്, നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട്. നമുക്കതിൽ പിരിച്ചു വിട്ടതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇത്ര 4.5 മാസത്തോളമായി നമുക്ക് സാലറി പെൻഡിങ് ആണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു മുന്നറിയിപ്പും തരാണ്ടാന്ന് പിരിച്ചുവിട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ 4.5 മാസമായി ശമ്പളം കിട്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു അറിയിപ്പും ഇല്ലാണ്ടാണ് ഇപ്പോൾ തലേന്നാണ് പറഞ്ഞത് ജൂലൈ 31 നാളെ തൊട്ട് വരണ്ടെന്നുള്ളത്. അതിപ്പോൾ ശമ്പളം തന്നിട്ട് പിരിച്ചുവിട്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 4.5 മാസത്തെ കുടിശ്ശിക തരാണ്ടാണ് നമ്മളെ പറഞ്ഞു വിട്ടത്. ഇതിൽ കുറേ വിഡോസും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. നമ്മളെ സ്ഥിരപ്പെടുത്തണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇത്രയും 4.5 മാസം കഷ്ടപ്പെട്ട് വെയിലും മഴയും കൊണ്ട് ഈ കുന്നും മലയൊക്കെ കയറി കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഈ 4.5 മാസം ശമ്പളം തരാണ്ടാണ് ഇവർ പുറത്താക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നമുക്ക് പ്രതിഷേധമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആരോട് പറയാം, നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും സർക്കാർ തലത്തിലും എല്ലാം നിവേദനം കൊടുത്തു, എല്ലാ മന്ത്രിമാരെ കണ്ടു, വകുപ്പ് മന്ത്രിനെ കണ്ടു, മുഖ്യമന്ത്രിനെ കണ്ടു. എന്നിട്ടും പറഞ്ഞ് നമ്മൾ ഇതെല്ലാം കൊടുത്ത് യാതൊരു പ്രയോജനമില്ല. ഇവർ പറയുന്നത് പറഞ്ഞാൽ ഫണ്ടില്ല, ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് സാലറി തരുന്നത് എപ്പോൾ തരുന്ന പറഞ്ഞിട്ട് നമ്മൾക്ക് ഉറപ്പില്ലല്ലോ. നമ്മളും മനുഷ്യരല്ലേ. 4.5 മാസത്തെ ശമ്പള കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക, അർഹമായ വേതനം നൽകാതെ പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കാസർഗോഡ് ജില്ലയിലെ 200ഓളം വരുന്ന ഡിജിറ്റൽ സർവേ താൽക്കാലിക ജീവനക്കാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് നിവേദനം നൽകി. സംസ്ഥാനത്താകെ 2000ഓളം ജീവനക്കാരാണ് ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികമായി ജോലി ചെയ്തിരുന്നത്. രാജ്യത്ത് തന്നെ ഡിജിറ്റൽ സർവേ ആദ്യമായി പൂർത്തിയായത് കാസർഗോഡ് ജില്ലയിലെ ഉജ്ജാർ, ഉൾവാർ വില്ലേജുകളിലാണ്. ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ മറ്റ് വില്ലേജുകളിലെ ഡിജിറ്റൽ സർവേയുടെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലാവും. സിജു കണ്ണൻ, കൈരളി ന്യൂസ്, കാസർഗോഡ്.